ഹായ്. ഇന്ന് ഓട്ടോയിൽ ഒരു ഉമ്മ കയറിയിരുന്നു. അപ്പോൾ ആ ഉമ്മ വണ്ടി കയറിയ സമയത്ത് കുറച്ച് അവശയായിട്ടാണ് കയറിയത്. കാരണം സുഖമില്ലാന്ന് തോന്നുന്നു ആൾക്ക്. അപ്പോൾ ഹോസ്പിറ്റലിലേക്കായിട്ടാണ് കയറിയത്. അപ്പോൾ കൂടുതൽ ആളൊന്നും ഇല്ലാത്തതിനെ കൊണ്ട് ഞാൻ എന്ത് ചോദിച്ചാൽ അങ്ങനെ ഹെൽപ്പൊക്കെ ചെയ്തു കൊടുത്ത്. അപ്പോൾ ഞാൻ ആ ഉമ്മനോട് ചോദിച്ച്, വീട്ടിലാരില്ലേ ഞങ്ങളെ കൂടുതൽ വരാനെന്ന് ചോദിച്ചു. അപ്പോൾ ഉമ്മ പറഞ്ഞാൽ എന്താ വെച്ചാൽ, ഇല്ല മോനെ ആരില്ല, ഞാൻ ഒറ്റക്കാണ് താമസം. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ഭർത്താവില്ലേ, മക്കൾ, അങ്ങനത്തെ ഇതൊന്നും ഇല്ലേ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അവരൊക്കെ ഉണ്ടായിരുന്നു ഒരു കാലത്ത്. ഇപ്പോൾ ഞാൻ ഒറ്റക്ക് ആ 4 ചുമരിൽ ഞാൻ ഒറ്റക്ക് ജീവിക്കുന്ന ആളാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ച് ഉമ്മനോട്, നമ്മളെ ഭർത്താവ് അപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചു. പിന്നെ പറഞ്ഞ്, ഭർത്താവ് മരിച്ചിട്ട് കുറച്ചായി. അപ്പോൾ നല്ല രീതിയിൽ ഭർത്താവും 4 മക്കളൊക്കെ ആയിട്ട് 4 ആൺകുട്ടികളാണ് കേട്ടോ, പെൺകുട്ടികളൊന്നുമില്ല, നല്ല സുഖത്തിൽ ജീവിച്ചിരുന്നേനു. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഭർത്താവ് മരിച്ച്, ആൺകുട്ടികൾ വലിയ ആളുകളായി, കല്യാണമൊക്കെ കഴിച്ച്, അവർക്ക് കുട്ടികളായി, അവരുടേതായ ആ ഒരു ലോകത്തേക്കായി. അപ്പോൾ ഈ ഭർത്താവ് മരിച്ചപ്പോൾ ഈ കുട്ടികളെല്ലാവരും ഓരോരുത്തരെ വീട്ടിലൊക്കെ സെപ്പറേറ്റ് ആയിട്ട് മാറി. കുറേ ആൾക്കാർ വാടകയ്ക്ക് മാറി, സ്വന്തം വീട് എടുത്തവരുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ മക്കളൊന്നും ഇങ്ങോട്ട് വരാറില്ലേ ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, ചില സമയത്ത് വരും, വരുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ആയിട്ട് അവർ വരും, അങ്ങനെയൊക്കെയാണ് അവസ്ഥ. അപ്പോൾ ഈ ചില സമയങ്ങളിലൊക്കെ ഭക്ഷണം കൊണ്ടു കൊടുക്കൽ അയൽവാസികളായിരിക്കും. ചില സമയത്ത് ആ അമ്മ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് ഭക്ഷണം കഴിച്ചിട്ടൊക്കെ അങ്ങനെ പോകും. പക്ഷേ ഈ 4 ആൺകുട്ടികളുണ്ടായിട്ടും ആരും പ്രത്യേകിച്ച് കെയർ ചെയ്യണമെന്നില്ല. പിന്നെന്ന് പറഞ്ഞാൽ ഈ ആൺകുട്ടികൾ വിളിക്കും ഉമ്മനെ, നിങ്ങൾ വരി എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ ചോദിച്ചു, നിങ്ങൾ ആൺകുട്ടികൾ വിളിക്കാം, മക്കൾ വിളിക്കലൊക്കെ ഉണ്ട്, പക്ഷെ എനിക്ക് പോകാൻ തോന്നുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവരവരുടെ വീട്ടിൽ നിൽക്കുന്ന ആ ഒരു സുഖം ഉമ്മാർക്കായാലും ഉപ്പാർക്കായാലും അതൊരു വേറെ തന്നെ. എത്ര പുറത്ത് വേറെ മക്കളെ കൂടുതലൊക്കെ പോയി മരുമക്കളൊക്കെ ആയി നിൽക്കുമ്പോൾ എന്തായാലും ഒരു ചെറിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടാവല്ലോ. അപ്പോൾ അതൊന്നും അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയായിട്ടായിരിക്കും എന്തായാലും. അപ്പോൾ ആ ഉമ്മൻ്റെ അവസ്ഥ എന്ന് വെച്ചാൽ വളരെ ചെറിയൊരു രീതിയിൽ മോശമാണ്. ആൾക്ക് സുഖമില്ല. അപ്പം സത്യം പറയുകയാണെങ്കിൽ കണ്ടപ്പോൾ എനിക്ക് ഒരു സങ്കടം തോന്നി. നമുക്കും ഇല്ല അതേമാതിരി ഉപ്പയും. നമുക്കൊക്കെ കുറച്ച് കാലങ്ങളെ ഉണ്ടാവുള്ളൂ. അതിനുള്ള സമയത്ത് നമ്മൾ ഉപ്പുണ്ടെങ്കിൽ ഉപ്പനെ അമ്മനെ ഒക്കെ എന്ത് ചെയ്യുക, സന്തോഷിപ്പിച്ച് കൂടെ കൂട്ടി ഒക്കെ. അപ്പം എനിക്ക് ആ ഒരു സംഗതി കണ്ടപ്പോൾ സത്യം പറയുകയാണെങ്കിൽ നല്ലൊരു വിഷമം വന്നു. കാരണം ആരില്ലാതെ ഒറ്റയ്ക്ക് ഒരു വീട്ടിൽ കഴിയാന്ന് പറഞ്ഞാൽ നമ്മളെ ആണുങ്ങൾക്കൊന്നും ഒരു നിലക്കും കഴിയാത്തൊരു കേസാണ്. അപ്പോൾ ഉള്ള ജീവിതം ആസ്വദിച്ച് ജീവിക്കുക, എല്ലാവരും കൂട്ടുപിടിച്ചിട്ട്. പരസ്പരം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കിയിട്ട് നല്ല രീതിയിൽ സുഖത്തിലെല്ലാവരും ജീവിക്കാൻ നോക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു സംഗതി ഉണ്ടായപ്പോൾ ജസ്റ്റ് ഒന്ന് ഒരു വീഡിയോ ചെയ്ത് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ. ഓക്കെ.